ഇത് ഒത്തിരി പേര് കോമൺലി ചോദിക്കുന്നതാണ്. നമ്മൾ സൺസ്ക്രീൻസ് പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുമ്പോൾ ഡോക്ടറെ ഞാൻ പുറത്തിറങ്ങാറില്ല, ഞാൻ അങ്ങനെ വെയിലത്ത് പോകുന്നില്ല, ഞാൻ എപ്പോഴും റൂമിനകത്താണ് അല്ലെങ്കിൽ ഓഫീസിനകത്താണ്, അപ്പോൾ ഇൻഡോറിൽ ഞാൻ സൺസ്ക്രീൻ ഉപയോഗിക്കാറില്ല എന്ന് പറയും. പക്ഷേ അത് തെറ്റായ കാര്യമാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒത്തിരി പേരും ഇൻഡോറിലിരിക്കുമ്പോൾ സ്കിന്ന് ഡള്ളായിട്ട് വരുന്നവരുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ അന്വേഷിച്ചാൽ നമ്മുടെ രശ്മികൾ, നമ്മുടെ ലൈറ്റ് റേസ് ഫേസിൽ ഫോളോ ചെയ്യുന്നതിൽ ഇൻഫ്രാറെഡ്, വിസിബിൾ ലൈറ്റ്, UV സ്പെക്ട്രം, അതായത് UVA, UVB, UVC എന്നുള്ള ഇത്രയും ലൈറ്റ്സ് നമ്മുടെ സ്കിന്നിൽ പതിക്കുന്നുണ്ട്. അപ്പോൾ ഇൻഡോർ ലൈറ്റിങ്സ് ഇപ്പോൾ നമുക്ക് ഒരു ഓഫീസിലിരുന്നാലും നമ്മൾ ഫുൾ ടൈം കമ്പ്യൂട്ടേഴ്സിൽ നോക്കിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഗാഡ്ജറ്റ്സ് യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ലൈറ്റ്സ് ഒത്തിരി ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ആ ഇൻഡോർ ലൈറ്റിങ്സ് ഒക്കെ തന്നെയാണ് ഈ വിസിബിൾ ലൈറ്റ് സ്പെക്ട്രം, IR സ്പെക്ട്രമിലുള്ള ലൈറ്റ്സ് എമിറ്റ് ചെയ്യുന്നത്. അത് മെലനോസൈറ്റ്സിൽ പതിച്ച് മെലാനിൻ്റെ ട്രിഗർ ഉണ്ടാക്കി മെലനിൻ കൂടുന്നതായിട്ട് പഠനങ്ങളിൽ തെളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു ബ്ലാക്ക് പിഗ്മെൻറ്റേഷനോ എന്തെങ്കിലും സ്കിൻ ഡൾനെസ്സോ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇൻഡോർ സൺസ്ക്രീൻസ് അത്യാവശ്യമാണ്. അപ്പം നമ്മുടെ നോർമൽ സൺസ്ക്രീൻസ് എടുത്ത് നോക്കിയാൽ UVA, UVB സ്പെക്ട്രമാണ് സാധാരണ അതിൽ കാണിച്ചിരിക്കുന്നത്. PA++ എന്നും SPF എന്നും എഴുതിയിരിക്കുന്നത് UVA, UVBനെ കാണിക്കുന്ന അതിൻ്റെ പ്രൊട്ടക്ഷനാണ് അതിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതിന് എക്സ്ട്രാ ആയിട്ടുള്ള ഇൻഫ്രാറെഡ്, ബ്ലൂ ലൈറ്റ് പ്രൊട്ടക്ഷൻ ഉള്ള സ്പെഷ്യൽ സൺസ്ക്രീൻസ് ആണ് യൂഷ്വലി നമ്മൾ ഇൻഡോർസിനായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒരാൾക്ക് മെലാസ്മ ഉണ്ടെങ്കിലോ സ്കിന്നിലെ ഫ്രെക്കിൾസോ സ്പോട്ട്സോ ഇത്തരത്തിലുള്ള സൺ സെൻസിറ്റിവിറ്റി അല്ലെങ്കിൽ UV സെൻസിറ്റിവിറ്റി ഉള്ളവർക്ക് ഇൻഡോർ സൺസ്ക്രീൻ ഇസ് എ മസ്റ്റ്. സോ അകത്തായാലും ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലീസ് യൂസ് ഇറ്റ്. ഡെഫിനറ്റ്ലി നമ്മൾ ലോജിക്കലി ആലോചിച്ച് നോക്കുമ്പോൾ സ്നോയിലൊക്കെ ആണെങ്കിലോ അല്ലെങ്കിൽ റെയിനോ ക്ലൗഡി സമയങ്ങളിലാണെങ്കിൽ നമുക്ക് ഈ സൺസ്ക്രീൻ്റെ ആവശ്യം ഇല്ല എന്ന് തോന്നാം. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്കിൻ പ്രോബ്ലം ട്രീറ്റ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ റെയിനി എന്നോ ക്ലൗഡി എന്നോ വിൻഡി അല്ലെങ്കിൽ വിൻ്റർ സീസൺ സ്നോയി അങ്ങനെയൊന്നുമില്ല. ഡേ ടൈം പ്ലീസ് യൂസ് ഇറ്റ്. ബിക്കോസ് നമ്മളൊരു സ്നോയി ഏരിയാസിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ സ്നോയിൽ ആ UV റേസ് പതിച്ച് ഡബിളായിട്ടാണ് നമ്മുടെ ഫേസിലേക്ക് അല്ലെങ്കിൽ ബോഡിയിലേക്ക് വരിക. അതായത് ഡബിൾ എക്സ്പോഷേഴ്സാണ്, ഡയറക്റ്റും ഉണ്ട് റിഫ്ലക്റ്റഡും ഉണ്ട്. സോ ഡെഫിനറ്റ്ലി ആ സമയങ്ങളിൽ കൂടുതലായിട്ട് സൺസ്ക്രീൻ ഉപയോഗിക്കുക, അത് നിർത്താതെ തന്നെ ഉപയോഗിക്കുക. ഡെയിലി 3 നേരം പലർക്കും അത് അപ്ലൈ ചെയ്യാൻ ഭയങ്കര പ്രയാസമാണ് പലപ്പോഴും. പക്ഷേ എന്തുകൊണ്ടാണ് ഡോക്ടേഴ്സ് അത് വീണ്ടും ഇൻസിസ്റ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിൽ പറഞ്ഞിരിക്കുന്ന SPF അല്ലെങ്കിൽ നമ്മുടെ ആ സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ PA++ എന്ന് അല്ലെങ്കിൽ 4+ എന്നൊക്കെ ആ റേറ്റിംഗ് കൊടുത്തിരിക്കുന്നത് ലാബുകളിലെ ഒരു ടെസ്റ്റിംഗ് രീതിയാണ്. അപ്പോൾ ആ ടെസ്റ്റിംഗ് രീതിയിൽ SPF അത്രയും കിട്ടണം എന്നുണ്ടെങ്കിൽ ഇത്ര തിക്കായിട്ട് അത് സ്കിന്നിൽ റിമെയിൻ ചെയ്യണം എന്ന് നിർബന്ധമുണ്ട്. അപ്പോൾ നമ്മൾ പ്രാക്ടിക്കലി ഉപയോഗിക്കുമ്പോൾ അത്ര തിക്കായിട്ട് നമ്മൾ ഉപയോഗിക്കാറില്ല. വേർത്തും അല്ലാതെയും വാഷ് ചെയ്തും ഒക്കെ ഒത്തിരി അത് മാറിപ്പോകാറുമുണ്ട്. സോ ഇത് നമ്മൾ 2 hourly അത് റിപ്പീറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ബോട്ടിലിൽ പറയുന്ന SPFO അല്ലെങ്കിൽ സ്റ്റാർ റേറ്റിങ്ങോ ഒന്നും ആ ആപ്ലിക്കേഷൻ കൊണ്ട് ഉണ്ടാകുന്നില്ല. സോ ഡെഫിനറ്റ്ലി ആ ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന പോലെ 3 hourly അല്ലെങ്കിൽ 4 hourly or 2 hourly ആപ്ലിക്കേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുട്ടികളിൽ നമ്മൾ എപ്പോഴും സൺസ്ക്രീൻ ഉപയോഗിക്കണം എന്ന് തോന്നുമ്പോൾ ഒരു സിങ്ക് വേസ്റ്റ് ആയിട്ടുള്ള സൺസ്ക്രീൻ എടുക്കുന്നതായിരിക്കും നല്ലത്. ബിക്കോസ് മറ്റ് സൺസ്ക്രീനുകളിൽ അല്ലെങ്കിൽ കെമിക്കൽ അല്ലെങ്കിൽ ഫിസിക്കൽ സൺസ്ക്രീൻസിന് 2 ഡിവിഷൻ ഉണ്ട്. ഫിസിക്കൽ സൺസ്ക്രീൻ എന്ന് പറഞ്ഞാൽ സിങ്ക്, ടൈറ്റാനിയം, അയൺ ഓക്സൈഡ്സ് ഇതായിരിക്കും 3 ഉള്ളത്. അത് ഇനേർട്ടാണ്, പൊതുവേ സ്കിന്നിൽ വേറെ റിയാക്ഷൻസ് ഒന്നും ഉണ്ടാക്കത്തില്ല. ആ സൺ റേസിനെ റിഫ്ലക്റ്റ് ചെയ്താൽ കളിയാണ്, അബ്സോർപ്ഷൻ അല്ല റിഫ്ലക്റ്റ് ചെയ്ത് കളിയുക. അപ്പോൾ അത് കുറേ കൂടെ സേഫറാണ്. സോ ഡെഫിനറ്റ്ലി വെൻ യു വാണ്ട് എ കിഡ് സൺസ്ക്രീൻ ഗോ ഫോർ ഫിസിക്കൽ സൺസ്ക്രീൻസ്. മോസ്റ്റ്ലി സിങ്ക് വേസ്റ്റ് ആയിട്ടുള്ള സൺസ്ക്രീൻസ് ഉപയോഗിക്കുന്നതാണ് നല്ലത്. കെമിക്കൽ ഫിൽറ്റേഴ്സ് ഒഴിവാക്കാൻ ശ്രമിക്കുക.